BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വിവാദം കനക്കുന്നതിനിടെ ലോയേഴ്സ് കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സാബു തൊഴുപാടൻ രംഗത്തെത്തി. ലോയേഴ്സ് കോൺഗ്രസ് ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് അനൂപ് നായർ വി ഡി സതീഷിന് അടുപ്പമുള്ളയാളാണെന്നാണ് ആരോപണം. RSS SFI പശ്ചാത്തലമുള്ളവരുടെ പേരുകൾ നൽകിയത് ലോയേഴ്സ് കോൺഗ്രസ് ഹൈക്കോടതി യൂണിറ്റാണെന്ന് സാബു ചൂണ്ടിക്കാട്ടി. അനൂപ് നായരെ ILC ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് ആക്കിയതും വി ഡി സതീശൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയില്ല. താരതമ്യേന ജൂനിയറായ അനൂപ് നായരെ സ്റ്റേറ്റ് അറ്റോർണിയായി നിയമിക്കുകയും ചെയ്തു. അനൂപ് നായർ നൽകിയ പട്ടികയിലാണ് വിവാദമായ പേരുകൾ വന്നതെന്നും സാബു വിശദീകരിച്ചു. സ്റ്റേറ്റ് അറ്റോർണി സ്ഥാനത്ത് നിന്നും ILC ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അനൂപിനെ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്ലീഡർമാരായി നിയമിച്ചവരിൽ ബഹുഭൂരിപക്ഷം പേരും ലോയേഴ്സ് കോൺഗ്രസുകാരല്ലെന്നും സംസ്ഥാന കമ്മിറ്റി നൽകിയ പട്ടികയിലെ മുഴുവൻ പേരെയും അവഗണിച്ചെന്നും സാബു ആരോപിക്കുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PK അബ്ദുൽ റഹ്മാനും ഇന്നലെ രംഗത്ത് വന്നിരുന്നു. പ്ലീഡർ നിയമനത്തിലെ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. AICCയും KPCCയും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ജിയോണയും ശരത്തും ലോയേഴ്സ് കോൺഗ്രസ് സജീവ പ്രവർത്തകരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവർ സാങ്കേതികമായി അംഗങ്ങളാണ്. യൂണിറ്റിന്റെ അംഗത്വ വിതരണത്തിലൂടെ കടന്നു വന്നവർ എന്ന് കരുതി അവർ സജീവ പ്രവർത്തകരാണെന്ന് പറയാൻ കഴിയില്ലെന്നായിരുന്നു പ്രതികരണം. പല യൂണിറ്റുകളിൽ നിന്നും ശുപാർശകൾ ലിസ്റ്റുകൾ വരും. ഇത് സംസ്ഥാന നേതൃത്വം ക്രോഡീകരിച്ച് സംഘടനാ തലത്തിൽ തന്നെ നിയമനം നടത്തണമെന്നാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയും KSUവും തമ്മിലുള്ള തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും ലോയേഴ്സ് കോൺഗ്രസ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നാണ് നിയമനം നടത്തിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ വാദത്തെ സാധൂകരിക്കുമ്പോഴും വിഷയത്തിൽ കോൺഗ്രസ് അഭിഭാഷകർക്കിടയിലും ഭിന്നാഭിപ്രായമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് സാബുവിന്റെ പ്രതികരണമെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ KSU സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയ സമാന വിമർശനം തന്നെയാണ് ലോയേഴ്സ് കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ഉയർത്തുന്നതെന്നതും പ്രധാനമാണ്. എന്നാൽ KSUയിലെ പോലെ തന്നെ വിഷയത്തിൽ കോൺഗ്രസ് അഭിഭാഷകരിലെ വ്യത്യസ്ത നിലപാടുകളും പുറത്തുവരുകയാണെന്നാണ് വിവരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.